ഹായ് നമസ്കാരം. എവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LGSനും അതേപോലെ തന്നെ 10th പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് SCRT ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ SCRT പാഠഭാഗങ്ങൾ പ്ലസ് PYQ ഒക്കെ വെച്ചിട്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു 30 ഡേയ്സിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേ 4 ആണ് ഇന്ന്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് റിവിഷൻ ഡേ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് എന്തൊക്കെ പഠിച്ചു? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ SCRT പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ക്വിസും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുകൂടാതെ 2024 നടന്ന പ്രധാനപ്പെട്ട 6 LGS ലെവലുള്ള എക്സാമുകളിൽ നിന്നുള്ള സയൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഡേ 4 എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ടുള്ള ഡേ ആണ്. അപ്പോൾ ഡേ 1 നമ്മൾ 2 ചാപ്റ്റേഴ്സ് പഠിച്ചിരുന്നു ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ ഡേ 2 ഡേ 2 നമ്മൾ 4 പാഠങ്ങൾ പഠിച്ചു. പക്ഷെ അത് വളരെ ചെറിയ പാഠങ്ങളാണ് അല്ലേ, പെട്ടെന്ന് നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ ഡേ 3 2 പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഈ ഒരു ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാഠങ്ങളും നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡേ 4 എന്ന് പറയുന്നത് റിവിഷൻ ഡേ ആണ്. അപ്പോൾ റിവിഷൻ ഡേയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് പറയാവേ. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഡേ 1 പഠിച്ച ടോപ്പിക്സ് ഡേ 2 റിവൈസ് ചെയ്തിട്ട് മാത്രമേ ഡേ 2 ടോപ്പിക്സ് പഠിക്കാൻ എടുക്കാവുള്ളൂ. അതേപോലെ ഡേ 2 പഠിച്ച ടോപ്പിക്സ് ഡേ 3 റിവൈസ് ചെയ്തു, ദെൻ ഡേ 3 പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ ഡേ 4 വരുമ്പോൾ എന്താണ്, ഡേ 3 നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുണ്ട്. അതിനൊപ്പം തന്നെ ഡേ 1 ഡേ 2 കൂടി റിവൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ക്ലാസ് കണ്ട് മാത്രം പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആ ഒരു ക്ലാസ് ഒന്ന് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ക്വിസ് ഒന്നുകൂടെയൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ക്വിസ് വീണ്ടും അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ റാങ്കിൽ മാറ്റം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് തെറ്റിപ്പോയതും ഒക്കെ നമുക്കൊന്നുകൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡേ 3 വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും SCRTയിലെ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് PYQ ആണ്. അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് 2024 LGS ലെവലിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താ പറയുക, ഇതുവരെ പഠിച്ചതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. പിന്നെ ഇതിന് മുമ്പ് ഞാൻ നിർബന്ധമായിട്ടും പറയില്ല, എങ്കിലും പറ്റുന്നവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ പാഠപുസ്തകം ഉണ്ടല്ലോ, 1, 3, 5, 7, 9 ഈ ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ 9ാം ക്ലാസ്സിലെ ഒരു പാഠത്തിൻ്റെ SCRT ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കൂടി ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൂടാതെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററും കൂടി ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ അത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ചാപ്റ്റർ കണ്ടാലും മതി. ഈ ഒരു പുതിയ SCRT 2 പാഠഭാഗങ്ങൾ ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അതുകൂടി ഒന്ന് പഠിക്കാൻ പറയുന്നത്. ആ 2 പാഠഭാഗങ്ങൾ കൂടി ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും, ഈ ഒരു ഭാഗത്തു നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ചില പാഠഭാഗങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ 2 ചാപ്റ്റേഴ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെങ്കിൽ പിന്നെ അടുത്തായിട്ട് എന്താ ചെയ്യുക, അത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭരണഘടനയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്ലാസ് കാണാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറും പേനയും എടുത്തിട്ട് വേണം ഇരിക്കാൻ. എന്നിട്ട് ഞാനോരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഏകദേശം ഒരു 50-51 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഇരുന്ന് ഒന്ന് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയിപ്പം പേനയും ഒക്കെ എടുത്തിരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഞാൻ ഓപ്ഷൻ ഇവിടെ പറയുന്നില്ല, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മനസ്സിൽ ആൻസർ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് എത്ര ആൻസർ നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നുണ്ടോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ്? നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? അത്
ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതി ആരാണ്? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? SCERT പാഠപുസ്തകത്തിലൊക്കെ നല്ല കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് ഈ തന്നിട്ടുള്ളതിൽ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? പ്രസിഡൻഷ്യൽ സമ്പ്രദായമല്ല ഇന്ത്യയിലുള്ളത്. ബാക്കി തന്നിട്ടുള്ളതെല്ലാം ശരിയാണ്. എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ അല്ലേ? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? നമ്മുടെ ഇന്ത്യയുടെയാണ് അല്ലേ? അതേപോലെ മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. പിന്നെയോ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതും നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. സോ അല്ലാത്തത് ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? അപ്പോൾ ഇന്ത്യ എന്തായാലും നമുക്കറിയാം ഇന്ത്യയിൽ എഴുതപ്പെട്ട ഭരണഘടനയാണുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒന്ന് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഏതൊക്കെയുള്ളത്? ബിയും വരുന്നുണ്ട്, സിയും വരുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് എയും ഡിയും കളഞ്ഞേക്കാമല്ലോ, പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ. ഇനി നോക്കിക്കൊള്ളുക, ബ്രിട്ടൻ, ഇസ്രായേൽ, അമേരിക്കൻ ഐക്യനാടുകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇന്ത്യയിലും അമേരിക്കൻ ഐക്യനാടുകളിലുമാണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് അല്ലേ? ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടെ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ്. ഇത് മുമ്പ് എന്തായിരുന്നു? മൗലിക അവകാശങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നതായിരുന്നു. പക്ഷെ 44ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഈ സ്വത്തവകാശം എന്താണ്? മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഒരു 85/2024 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. നോക്കാം, 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ, ആമുഖം ജവഹർലാൽ നെഹ്റു. ആമുഖമാരാണ് എഴുതിയത്? ജവഹർലാൽ നെഹ്റു ആണ്. കറക്റ്റ് ആണ് അല്ലേ? അതേപോലെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, ഇതെല്ലാം ശരിയാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. സോ അതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. നോക്കിക്കൊള്ളുക, ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ? എന്തൊക്കെയാ സവിശേഷത? ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ്. പിന്നെയോ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്, രാജ്യസഭയും ലോക്സഭയും ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെയോ മാർഗനിർദ്ദേശ തത്വങ്ങളും നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. ഇനി സംസ്ഥാനങ്ങൾക്കൊരു പ്രത്യേക പരിഗണനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അത് എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണ്. ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ 7ാമത്തെ ക്വസ്റ്റ്യനും 8ാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ പുതിയ SCERT പാഠഭാഗം ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അത് പഠിച്ചില്ലെങ്കിലും നമ്മൾ ഇത്രയും SCERT പാഠഭാഗങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകണ്ട, ആ ചാപ്റ്ററും കൂടെ ഒന്ന് കണ്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? നോക്കാം. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ആ ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്, പാർലമെന്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. അത് നോക്കിക്കൊള്ളുക, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ്. അത് ശരിയാണ് അല്ലേ? ഇനി അടുത്തതോ,
സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതും മൗലിക അവകാശങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി സൗജന്യ നിയമസഹായം, അത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണോ? അല്ല. ലഹരി വസ്തുക്കളുടെ നിരോധനം, അതും മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. സോ ഇവിടെ ഉൾപ്പെടുന്നത് 1ഉം 2ഉം ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ആരുടെ വാക്കുകളാണിത്? നമ്മൾ പറഞ്ഞായിരുന്നു SCERT-യിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊതുവേ എല്ലാവരും ഭരണഘടന പഠിക്കുന്ന സമയത്ത് വിട്ടുകളയുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് SCERT പാഠങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. സോ 10ാമത്തെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോ ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ശരിയാണ്, അവരുടെ ചുമതലയാണ് അല്ലേ. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, ഇതെല്ലാം കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. 91/2024 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് നോക്കാം. അപ്പോൾ നോക്കിക്കൊള്ളുക. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1ാമത്തെ പ്രസ്താവന നോക്കിക്കൊള്ളുക. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണ്. ശരിയാണോ പ്രസ്താവന? അതെ അല്ലേ. അതേപോലെ മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. മുമ്പ് 7 എണ്ണമായിരുന്നു. അതിൽ നിന്ന് സ്വത്തവകാശം എടുത്ത് മാറ്റിയപ്പോൾ എന്തായി? 6ആയി. അടുത്തത്, ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ശരിയാണോ? അല്ല, ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഇനി ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സോ 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 1, 2, 4 ശരിയാണ്. 2ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഏത് അവകാശത്തെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശമാണ്. അപ്പോൾ ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശമാണ് BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഇനി തിരിച്ചും ചോദിക്കാട്ടോ, അതായത് ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? അതായത് ഈ ഒരു പരിഹാരം കാണാനുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെയും ചോദിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പഠിച്ചും കൂടെ പോവാട്ടോ. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് എയും ഡിയും തമ്മിൽ മാറിപ്പോവരുതേ. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? SCERT-യിലൊക്കെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് 1951-ലാണ്. സോ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951-ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപയാണ്. 75 രൂപയാണ്. ഇനി ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അടുത്ത് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? കറക്റ്റ് ആൻസർ KM മുൻഷിയാണ്. ഓപ്ഷൻ എ ആണ്, KM മുൻഷിയാണ്. സോ KM മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. അല്ലെങ്കിൽ തിരിച്ചും പഠിച്ചു വെച്ചുകൊള്ളുക, KM മുൻഷി ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖത്തെയാണ്. ഓക്കെ, ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 338B ആണ്. അനുച്ഛേദം 338B ആണ് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത്.
അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 21A ആണ്. ഇങ്ങനെ ചോദിക്കാം, അനുച്ഛേദം 21A എന്താ പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി അല്ലാതെയും ചോദിക്കാം, അനുച്ഛേദം 21 പ്രകാരം എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിനിടയിലുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത്? അപ്പോൾ എത്രയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തതാണ്. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാവേ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ സി ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? നമുക്കറിയാം, 44ാം ഭേദഗതിയിലൂടെയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തോളുക, എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 4A ആണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇവിടെ പറഞ്ഞത് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി എന്നാണ് 1976 ആരാണ് രൂപീകരിച്ചത്? കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ച് ചേർക്കുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രപതിയാണ്. സോ ഓർത്ത് വെക്കുക, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം, അംഗീകരിച്ചതല്ല ചോദിച്ചിരിക്കുന്നത്, ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 26 ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമ്മൾ ഓൾറെഡി 44ാം ഭേദഗതിയാണെന്ന് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് പഠിച്ചു അല്ലേ? ഇനി എന്നാണ് ഈ 44ാം ഭേദഗതി വരുന്നത്? ആ വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 44ാം ഭേദഗതി വരുന്നത് 1978 കേട്ടോ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗത്താണ്? ഭാഗം 4A. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇപ്പം നോക്കിക്കേ, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ കണ്ടു? സ്വത്തവകാശം മൗലിക അവകാശമല്ലെന്ന്. അപ്പോൾ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരാൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. സ്വത്തവകാശമാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടനാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളതെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതേപോലെ ബ്രസീലും ഓസ്ട്രേലിയ ഒക്കെ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തേത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഓർത്തു വെച്ചേക്കുക കേട്ടോ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതാണ്? ഇപ്പം നമ്മൾ കണ്ടു, അനുച്ഛേദം 21A.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇതേ ക്വസ്റ്റ്യൻ മുമ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഭാഗം 4A അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. നീളവും വീതിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് വരും? 3:2 എന്ന് വരും. ഇത് തിരിച്ചാണ്, വീതിയും നീളവും എന്നാണെങ്കിലോ 2:3 എന്ന് വരും കേട്ടോ. അപ്പോൾ നീളവും വീതി എന്ന് വരുമ്പം എന്താണ്? 3:2 ആണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഈ നീളത്തിന്റെ നായും 3യും നാ തിരിച്ചിടുന്നതാണല്ലോ 3. അപ്പം അതായിരിക്കും ആദ്യം വരുന്നത് എന്നുള്ള രീതിയിൽ ഓർക്കുക. 3:2. ഓക്കെ. ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തില്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? 1993 ഒക്ടോബർ 12. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ? അനുച്ഛേദം 21. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഏത് ലിപിയിലാണ്? ദേവനാഗരിയാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ദേവനാഗരി. അടുത്തത് 30, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? കണ്ടോ, എത്ര തവണ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തെന്ന് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത് 10/9/2024 കേട്ടോ. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഒരു എക്സാം കൂടിയാണെന്ന് ഓർക്കുക. അപ്പോൾ അതിലും എന്താണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇതുവരെ ചോദിച്ച അതേ ഒരു ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആ സ്വത്തവകാശമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിദ്യാഭ്യാസ അവകാശ നിയമം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ചോദിച്ചിരുന്നത് ഏത് ആർട്ടിക്കിളാണ്? 21A ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ 86ാം ഭരണഘടനാ ഭേദഗതിയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അടുത്തത്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനമാക്കി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റാണ് അല്ലേ ആ പ്രസ്താവന? 18 തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ ആരും നിയമത്തിന് അതീതരല്ല, അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? സോ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3 ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 2, 3 ആണ്. ഓപ്ഷൻ ഡി ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ പാർലമെന്ററി ഭരണ സമ്പ്രദായമുണ്ട്, പ്രസിഡൻഷ്യൽ സമ്പ്രദായമുണ്ട്. ഇത് കൂടുതലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ NCERT പാഠഭാഗങ്ങളിലാണ് കേട്ടോ. ഞാൻ ആ NCERTയുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കൊള്ളുക. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക. സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്. ബി, പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. സി, ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നു. ഡി ആണെങ്കിലോ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി സഭകളുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കിയൊക്കെ ശരിയാണ്. സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്. പിന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ പിന്നീട് തുടരാനാവില്ല. അതേപോലെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത്,
26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സത്യമേവ ജയതേ. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഓക്കെ, അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ്? 2005 ആണ്. 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗത്താണ്? പാർട്ട് 4A. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? കറക്റ്റ് ആൻസർ യെസ് ഓപ്ഷൻ ഡി ആണ്, 226 ആണ്. ഇനി ഇവിടെ സുപ്രീം കോർട്ടാണ് ചോദിച്ചിരുന്നെങ്കിലോ, അതായത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ അത് 32 ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു 30 ഡേയ്സിൻ്റെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.